മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഞാൻ നടുന്നതിന് വേണ്ടിയുള്ള വിത്തുകൾ കിളിർപ്പിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പം നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ പല പ്രാവശ്യങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്നതാണ്, അവരൊക്കെ പലയിടത്തുനിന്നും വാങ്ങുന്നതായ വിത്തുകൾ കിളിർപ്പിക്കാൻ നോക്കിയിട്ട് അത് കിളിച്ചു വരുന്നില്ല, എല്ലാം അഴുകി പോവുകയാണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് വിത്തുകൾ കിളിർപ്പിച്ചെടുക്കുന്നത് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് സ്വന്തമായിട്ട് ഒരു പച്ചക്കറി തോട്ടം നമ്മുടെ ഉള്ള സ്ഥലത്ത് അത് ചാക്കിലോ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ ചെയ്യുന്നത് സന്തോഷത്തിനുപരി നല്ലൊരു ആരോഗ്യദായകമായ പ്രവൃത്തി കൂടിയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷത്തിന് വികാരമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൃഷിയെ സംബന്ധിച്ച അറിവുകൾ, ഒറ്റയ്ക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ല ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ, അപ്പോൾ ഈ കൃഷി അറിവുകൾ ഇതൊക്കെ പ്രിയ സുഹൃത്തുക്കളെ ഇതൊക്കെ ശേഖരിക്കുകയും സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ആവശ്യമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി എനിക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ വിത്തുകൾ കിളിർപ്പിക്കുന്ന രണ്ട് രീതിയിലാണ്. ഇപ്പോൾ പാവല, പടവലം, വെണ്ട, ചുര, മത്തൻ, പയർ ഇവയൊക്കെ കിളിർപ്പിക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഞാൻ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 3 തരത്തിലുള്ള വെണ്ട വിത്തുകൾ എനിക്കുണ്ട്. ഒന്ന് ആനക്കൊമ്പൻ വെണ്ട, മറ്റൊന്ന് ചുവന്ന വെണ്ട, വേറൊന്ന് പച്ച വെണ്ട, പിന്നെ മറ്റൊന്നുണ്ട് മരവെണ്ട. മരവെണ്ടയുടെ വിത്ത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. മരവെണ്ടയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ, വർഷങ്ങളോളം ആദായം തരുന്ന ഒരു വെണ്ടയാണ് മരവെണ്ട എന്ന് പറഞ്ഞാൽ. ആനക്കൊമ്പൻ വെണ്ട കുറച്ച് കാലം നിൽക്കും, പക്ഷേ വലിയ വെണ്ടയ്ക്കാണ്, ഉൽപ്പാദനം മറ്റേതിൻ്റെ അത്രയും വരത്തില്ല. പച്ച വെണ്ട നമ്മുടെ പഴയ കാലം മുതലേ നമ്മുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു വെണ്ടയാണ്. ചുവന്ന വെണ്ട ഈ അടുത്ത സമയത്തായിട്ട് പ്രചാരം എടുത്തുകൊണ്ടിരിക്കുന്ന കൗതുകം ഉള്ള ഒരു വെണ്ടയിനമാണ്, നല്ല സ്വാദിഷ്ടമാണ്. അപ്പം ഞാൻ ഈ വിത്തുകൾ എടുക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിലോ സൂഡോമോണസ് ലായനിലോ ഒന്നും സാധാരണഗതിയിൽ ഈ വിത്ത് ഇടാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ തയ്യാറാക്കി എടുത്ത വിത്താണ്. അപ്പം ഇതിപ്പോൾ വെണ്ടയുടെ വിത്ത് എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് ഞാൻ പറയാം. ഈ വെണ്ടയുടെ മാതൃസസ്യത്തിൽ നിന്ന് കൊള്ളാവുന്ന വെണ്ട തിരഞ്ഞ് നിർത്തിയിരിക്കും. അത് ആ മാതൃസസ്യത്തിൽ തന്നെ നിന്ന് പഴുത്ത് പാകമാകുമ്പോൾ അത് കത്രി കൊണ്ട് ഛേദിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൽ വെച്ച്, അതായത് നിഴലിൽ വെച്ച് ഉണക്കുമെന്ന് പറയും. നേരിട്ട് സൂര്യൻ്റെ ചൂട് ഏൽക്കാത്ത രീതിയിൽ തണുത്ത് വെച്ച് 6-7 ദിവസം ഉണക്കും. ഉണക്കതിന് ശേഷം ഇതേപോലെ ഇടഞ്ഞ ചാരം കണ്ട്, ഇത് ഇടഞ്ഞ ചാരമാണ്. ഇടഞ്ഞ ഈ ചാരത്തിനകത്ത് ഈ അരി പൊളിച്ചിടും, ആ വിത്തുകൾ പൊളിച്ചിടും. 2-3 ദിവസം ആ ചാരത്തിനകത്ത് അത് കിടക്കും. അതിന് ശേഷമാണ് ഇങ്ങനെ ചെറിയ ടിന്നുകളിൽ ഞാൻ വിത്തുകൾ ശേഖരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂഡോമോണസ് ലായനിയിൽ കുത്തു വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സൂഡോമോണസ് കുഴമ്പ് രൂപത്തിലാക്കി അതിനകത്ത് വെക്കേണ്ട കാര്യമില്ല ഈ വിത്ത്. പകരം നമ്മൾ വിത്തുകൾ വിൽക്കുന്ന കടയിൽ നിന്നൊക്കെ ഇത് വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ കവറിൽ അടിച്ചിരിക്കുന്ന ഡേറ്റ് ഒന്നും ആയിരിക്കത്തില്ല അത് പാക്ക് ചെയ്തത്. അപ്പം മൂപ്പ് ഒരു പക്ഷേ അതിന് ഉണക്ക് കൂടുതലായിരിക്കും, അതിൻ്റെ കിളിക്കാനുള്ള കാലാവധി കഴിഞ്ഞതായിരിക്കാം. അതുകൊണ്ടൊക്കെ നമ്മളത് കിളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ 1 സ്പൂൺ സൂഡോമോണസിൻ്റെ പൊടി എടുത്ത്, അല്ലെങ്കിൽ ലായനി എടുത്ത് അതിനകത്ത് അത് കുഴമ്പ് പോലാക്കി, പൊടിയാണെങ്കിൽ അത് കുഴമ്പ് പോലാക്കി അതിനകത്ത് ഈ വിത്തുകൾ വെച്ച് ഇട്ടിരുന്ന് ഒരു രാത്രി ഒരു പകലും വെച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ പാകാവൂ. ഇതിപ്പോൾ അങ്ങനെ പാകേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിനടുത്ത് നോക്കിയാൽ ഇത് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് എന്നൊക്കെ പറയും. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയുന്ന ചായക്കപ്പ് പേപ്പറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ഒരു ദ്വാരം ഉണ്ടാക്കി, നല്ല ഒരു ദ്വാരം ഞാനിവിടെ ഉണ്ടാക്കി നോക്കാം. നല്ലൊരു ദ്വാരം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വളമിട്ടിളക്കിയ വളം എന്ന് പറയുമ്പോഴത് സ്റ്റെറാമിൽ എന്ന് പറയുന്നൊരു വളമാണ്. സ്റ്റെറാമിൽ കിട്ടിയില്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുകൂടിയും കൂടെ കൂട്ടി യോജിച്ചതിന് ശേഷം അത് മണ്ണുമായിട്ട് യോജിപ്പിക്കണം. ഇത് അങ്ങനെ യോജിപ്പിച്ച മണ്ണാണ് കേട്ടോ, അങ്ങനെ യോജിപ്പിച്ച മണ്ണാണ്. ഈ മണ്ണ് നമ്മൾ കിഴിച്ച ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ ഇടുക.
മുക്കാൽ ഭാഗത്തോളം ഇടുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വളമിടാത്ത കുറച്ച് മണ്ണ്, ഇത് വളമിടാത്ത അരിച്ചെടുത്ത മണ്ണാണ്, ഇത് കുറച്ച് ആ വളമിട്ട മണ്ണിൻ്റെ മുകളിൽ ഇടുക. ഇട്ടതിന് ശേഷം അപ്പം നമ്മൾ ചുവന്ന വെണ്ടയാണ് ആദ്യമായിട്ട് നമ്മൾ പാകുന്നത്, ചുവന്ന വെണ്ട. ഇതിൽ നിന്നും നമുക്ക് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു 4 അരിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 4 അരി ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 4 അരിയിൽ കിളിച്ചു വരുന്ന ആരോഗ്യമുള്ള ആ തൈകൾ നമുക്ക് എടുത്തിടാം. 4 ആരോഗ്യമുള്ളെങ്കിൽ 2 തടത്തിലായിട്ട് നമുക്കത് നടാം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് ചിലപ്പം ഒരെണ്ണമൊക്കെ കിളിക്കാതിരിക്കുകയും ചെയ്യും, അങ്ങനെയും വരാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം 4 അരി എന്ത് ചെയ്തു, ഇങ്ങനെ അകലം ക്രമീകരിച്ച് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വളമിടാതെ നമ്മളെടുത്തിരിക്കുന്ന കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലും നോക്കിയാട്ടെ, ഇതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ട്, കാരണം അത് ഇത്രയും വെള്ളം നിറയ്ക്കാവും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടു കാണും, കളമൊന്നുമല്ല. കാരണം സൂഡോമോണസ് ഇട്ട് കൂട്ടി ഇളക്കിയ വെള്ളമായത്. സൂഡോമോണസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ തന്നെ മണ്ണിൽ നിന്നും വളങ്ങളുമൊക്കെ വലിച്ചെടുക്കാനും ഒക്കെയുള്ള ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം ബാക്ടീരിയ അല്ല. ഈ ബാക്ടീരിയ പറ്റി വരികയും കൃഷിക്ക് ദോഷമുള്ള ബാക്ടീരിയകളെ ഇല്ലാതാക്കി കൃഷിയെ നല്ല രീതിയിലാക്കുന്ന ഒരു ബാക്ടീരിയയാണ് സൂഡോമോണസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് 2 ലിറ്റർ കുപ്പിയാണ്. 2 ലിറ്റർ കുപ്പിയാവുന്ന ഇതേപോലെ 2 സ്പൂൺ കൊണ്ടുള്ള സൂഡോമോണസിൻ്റെ പൊടിയെടുത്ത് അത് ഒരു കപ്പിനകത്തോ വല വിട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കുപ്പിക്കകത്ത് നമ്മൾ ഒഴിച്ചതാണ്. അപ്പോൾ ഈ കുപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കുപ്പിയുടെ അടപ്പ് ഞാനിത് 3 കിഴുത്തിയിട്ടുണ്ട്. കിഴുത്തിടാൻ എളുപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സേഫ് ടിപ്പിനോ അതുപോലെ കനം കുറഞ്ഞ എന്തെങ്കിലും കമ്പിയോ വല്ലതും നമ്മളെ അടുപ്പിൽ വെച്ച് അല്ലെങ്കിൽ തീയിൽ വെച്ച് പഴിപ്പിച്ച് അത് ഇങ്ങോട്ടൊന്ന് ഇറക്കി കൊടുത്താൽ 3 കിഴുത കിട്ടും. അങ്ങനെ തയ്യാറാക്കിയ ആ ഒരു കുപ്പിക്കൽ സൂഡോമോണസ് എടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, അത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ആക്കിയത്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം കൂടുമ്പം നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കിളിച്ചതിന് ശേഷം നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു വിരളിൻ്റെ അത്രയും നീളത്തിൽ വളർന്നു കഴിയുന്നുണ്ട്, ഏതാനും വിരളൊക്കെ വന്ന് തഴച്ചു വളരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലാസ്സോട് കൂടി നമുക്ക് എടുത്തുകൊണ്ട് പോയി ആ നല്ല രീതിയിൽ തടമൊക്കെ വെട്ടി വളമൊക്കെ ഇട്ട് കൂട്ടി കളിച്ചതിന് ശേഷം നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ഈ ഭാഗത്ത് ഒരു ഒട്ടിപ്പുണ്ട്. ആ ഒട്ടിപ്പെ നമ്മൾ നഖമുണ്ടാക്കാമെങ്കിൽ ആ ഒട്ടിപ്പ് ഇളകിപ്പോരും, വേരും മണ്ണും എല്ലാം അതുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. അതിനകത്തുനിന്ന് നമുക്ക് 4 കിളിച്ച് നിൽക്കുവാണെങ്കിൽ 2 എടുത്തിടാം, 2 മറ്റൊരു കുഴിയിൽ നടാം. അപ്പോൾ ഇത്തരത്തിൽ വിത്തൊന്ന് പാകി നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് അത് കിളുത്ത് കിട്ടും, നമുക്കൊരു പൈസ പോലും നഷ്ടമാവത്തില്ല. എന്നാൽ ഈ പയറും പാവലും വെണ്ടയും ഒക്കെ പാവുന്ന ഇങ്ങനെയാണെങ്കിലും മുളക് വർഗ്ഗങ്ങളെ അതുപോലെ വഴുതന വർഗ്ഗങ്ങളെ ചീര ഈ സസ്യങ്ങളൊക്കെ പാകി കിളിർപ്പിക്കുന്ന ഈ രീതിയിലല്ല. കാരണം അവയുടെയൊക്കെ അരികളുടെ വലിപ്പം താരന്മേനെ തീരെ ചെറുതാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു രീതിയിലാണ് നമ്മൾ പാകി കിളിർപ്പിക്കേണ്ടത്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ നമുക്ക് വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഈ അരികൾ നമ്മൾ പാകിയെടുക്കാം, അങ്ങനെ കിളിർപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇപ്പോഴ് നിലമൊരുക്കി അല്ലെങ്കിൽ തറയൊരുക്കി നല്ല രീതിയിൽ വളം ചേർത്ത് നല്ല സംരക്ഷണം കൊടുക്കാമെങ്കിൽ ഓണത്തിന് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറി എടുക്കുകയും ചെയ്യാം. ഓണം ഓണം ആഘോഷിക്കാനുള്ള പൈസയ്ക്ക് നമുക്ക് പച്ചക്കറി വിൽക്കുകയും ചെയ്യാം. അപ്പം വെണ്ടയും അതുപോലെ തന്നെ വഴുതനയും പച്ചമുളകും ഒക്കെ ഇപ്പം നടാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ കുറ്റിപ്പയർ, മഴയത്തും നല്ല രീതിയിൽ കായ്ക്കുന്ന കുറ്റിപ്പയറുണ്ട്, അതൊക്കെ നമുക്കിപ്പം നടാൻ സാധിക്കും. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഓണത്തിന് നല്ല പച്ചക്കറി ഉൽപ്പാദനം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.